പള്ളിയേക്കാണ് അസർച്ചിട്ട് പോയിക്കാരാ. ഹെൽമെറ്റ് ഇല്ലല്ലോ, തൊപ്പി നമുക്ക് സുന്നത്തുള്ളൂ, ഹെൽമെറ്റ് ഫർളായ കാര്യം. സൂപ്പർ. എനിക്ക് ആ ഉദ്യോഗസ്ഥനെ ഭയങ്കര ഇഷ്ടമായി. കാരണം അതങ്ങനെ തുറന്ന് മൂത്ത് നോക്കി പറയാനുള്ള ഒരു ആർജവം മൂപ്പര് കാണിച്ചില്ല. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഉസ്താദുമാർ പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവില്ല, തലീക്കെട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കരുതും അതിങ്ങനെ അവരുടെ ഒരു പിന്നെ വസ്ത്രശൈലി ആണല്ലോ എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ നെവർ മൈൻഡ് ആക്കി വിടുകയാണ്. പക്ഷേ ഇത് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് ഉസ്താദുമാരൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ ഉസ്താദുമാരും അല്ല, പക്ഷെ പലരും, മിക്കവാറും ഈ ദർസ് പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ അങ്ങനത്തെ സംഗതികളൊക്കെ പിന്നെ നമ്മൾ കാണാറുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നേതൃത്വങ്ങൾ നല്ലൊരു അവയർനെസ് കൊടുക്കണം, ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. ഇപ്പം നമുക്കറിയാം, വെള്ളിയാഴ്ച പള്ളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പല വിഷയങ്ങളിൽ MDMA, ലഹരി, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് പറയണം. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാണ് തല കെട്ടിൽ സുന്നത്തുള്ളൂ, ഹെൽമെറ്റ് നിർബന്ധമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഏത് മതവിഭാഗത്തിന്റെ ആൾക്കാരാണ്? മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന, വിപത്താകുന്ന സകലമാന കാര്യങ്ങളെയും നിഷിദ്ധമാക്കിയ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആൾക്കാരാണ് നമ്മൾ. അതേ കാറ്റഗറിയിൽ പെടുത്താവുന്ന, മനുഷ്യ ശരീരത്തിന് അപകടം വരുത്തുന്ന ഒരു കാര്യത്തെ തടുക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം അതിൻ്റെ പരിരക്ഷ എന്നോണം പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പരിഗണിച്ചതാണ് ഹെൽമെറ്റ് നിർബന്ധം. ആ ഹെൽമെറ്റ് നിർബന്ധമാക്കിയതോടുകൂടി ഏറ്റവും കൂടുതൽ അതിനെ അംഗീകരിക്കുകയും അതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതിൽ റോൾ മോഡലായി നിൽക്കേണ്ട മതവിഭാഗം ഇസ്ലാം മതവിഭാഗമാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇന്നെ തള്ളാൻ പറ്റുമോ? ആലോചിച്ച്, മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന സകലമാന കാര്യങ്ങളെക്കുറിച്ചും നിഷിദ്ധമാക്കിയ ഒരു പ്രത്യയശാസ്ത്രം മനുഷ്യ ശരീരത്തിന് അപകടം വിളിച്ചു വരുത്തുന്നതിൽ നിന്ന് തടയുന്ന ഹെൽമെറ്റിനെ രാജ്യം നിർബന്ധമാക്കുമ്പോൾ അതിനെ റോൾ മോഡലാക്കിയിട്ട് അതിന് മുൻകൈ എടുത്തുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കേണ്ട മതവിഭാഗം ആരാണ്? ഇസ്ലാം മതവിഭാഗമാണ് എന്നുള്ളത് നമ്മളല്ലാതെ മറ്റാരാണ് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക? അപ്പൊ നമ്മൾ തലീകെട്ട് കെട്ടി അങ്ങനെ പോവാണ്. ഇത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ശരിക്കും ആ ഉദ്യോഗസ്ഥൻ മരണമാസാണ്. അതങ്ങനെ തന്നെ പറയാൻ കാണിച്ച ആർജവത്തെയും ആ പറച്ചിലിൽ നമുക്കൊക്കെ നൽകുന്ന ദിശാബോധത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സുകൂടി നമുക്കുണ്ടാകണം. മുസ്ലിം നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം, നിബന്ധനയാക്കി വെക്കണം. ഹെൽമെറ്റ് ധരിക്കണം. 2-ൽ കൂടുതൽ 3 ആളുകൾ ബൈക്കിൽ പോകാൻ പാടില്ല. ലഹരിയുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ധാരാളം ക്ലാസ്സുകളിലൂടെ എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇതേപോലെ കൊടുക്കേണ്ട ഒന്നാണ്. 3 പേരൊന്നും ബൈക്കിൽ ഉണ്ടാകരുത്, പോണോലൊക്കെ ഹെൽമെറ്റ് വെച്ച് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് പോകണം എന്നുള്ള അത് ആ നിബന്ധനയെ കൃത്യമായി കൊടുക്കുകയും, അങ്ങനെ അല്ലാതെ കണ്ടാൽ RTO അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശാസിക്കുന്നതിനും നിയമ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് സംഘടനാപരമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായാൽ നമ്മൾ കൃത്യവും വ്യക്തവുമായിട്ട് നമുക്ക് റോൾ മോഡലായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഇത്തരം സംഗതികൾ കൊണ്ട് സാധിക്കും. അത് പ്രാവർത്തികമാക്കാൻ എല്ലാവർക്കും, എല്ലാ ആളുകളും, ഇപ്പം നമ്മളൊക്കെ വണ്ടിമ്മ കയറുമ്പോൾ തന്നെ നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് കയറാം. അല്ലെങ്കിൽ വല്ല റീൽസുകളോ അല്ലെങ്കിൽ വല്ല ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒഴിവാക്കുക എന്നല്ലാതെ എവിടെ പോകുകയാണെങ്കിലും അത് വെച്ചാൽ അതൊരു സേഫ്റ്റിയാണ് എന്നുള്ളത് തിരിച്ചറിയാത്ത ഒരാളുമില്ല. കാരണം പല അപകടങ്ങളിൽ നിന്നും, ഇപ്പം അടുത്തൊരു അപകടം, ഒരു പയ്യനാണ് വീണിട്ട് ഈ ഭാഗം ഒരതി പോയിട്ടുണ്ട്. ഹെൽമെറ്റിൻ്റെ ഒരു നല്ലൊരു ശതമാനം തേഞ്ഞിട്ടുണ്ട്. അവൻ പറയാണ്, ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എങ്കിൽ എൻ്റെ ഈ ഭാഗം മുഴുവനും ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അത് ഭയങ്കരമായൊരു പരിരക്ഷ തന്നെയാണ്. അത് രാജ്യം നിർബന്ധമാക്കിയതുമാണ്. സ്വാഭാവികമായിട്ടും അതിനെ അംഗീകരിക്കാൻ നമ്മുടെ തലപ്പാവ് തടസ്സമാകരുത് എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തി തിരുത്തുമെന്ന് പ്രതീക്ഷിച്ച്, നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിർത്തുന്നു. നന്ദി.